ഇത്രമേൽ സ്നേഹിപ്പാനെന്തുള്ളൂ നാഥ, ഇത്രമേൽ കരുതുവാനേതുള്ളൂ. ഇത്രമേൽ സ്നേഹിപ്പാനെന്തുള്ളൂ നാഥ, ഇത്രമേൽ കരുതുവാനേതുള്ളൂ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ ഇത്രമേൽ കരുതുവാനേതുള്ളൂ. കണ്ണിന്റെ കൃഷ്ണമണി പോലെ എന്നെ ഇത്രമേൽ കരുതുവാനേതുള്ളൂ. ഇത്രമേൽ സ്നേഹിപ്പാനെന്തുള്ളൂ നാഥ, ഇത്രമേൽ കരുതുവാനേതുള്ളൂ. സുഭാഷിതം. വെളിപ്പാട് പുസ്തകം 9-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം വായിക്കുന്നത്, നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്ത മനുഷ്യർക്കല്ലാതെ ഭൂമിയിൽ പുല്ലിനും പച്ചയായ യാതൊന്നിനും യാതൊരു വൃക്ഷത്തിനും കേട് വരുത്തരുത് എന്ന് അതിന് കൽപ്പനയുണ്ടായി. They were told not to harm the grass of the earth or any plant or tree, but only those people who did not have the seal of the God on their foreheads. മേലാൽ സംഭവിപ്പാനുള്ളത് യോഹന്നാന് വീണ്ടും ദർശനങ്ങൾ നൽകുകയാണ്. 7-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ദൈവസന്നിധിയിൽ 7 കാഹളങ്ങൾ പിടിച്ചുകൊണ്ട് 7 ദൂതന്മാർ നിൽക്കുന്നത് യോഹന്നാൻ കണ്ടു. അവർ കാഹളങ്ങൾ ഓരോന്നോരോന്നായി ഊതുകയാണ്. 9-ാം അധ്യായത്തിൽ 5-ാമത്തെയും 6-ാമത്തെയും ദൂതൻ കാഹളങ്ങൾ ഊതുന്നു. ഭൂവാസികളുടെ മേൽ ദൈവിക ന്യായവിധി ഉണ്ടാകുന്നതായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. 5-ാം കാഹളം ഊതിയപ്പോൾ അഗാധ കൂപത്തിൽ നിന്ന് പുറപ്പെടുന്നതും തേളിനുള്ളതുപോലെ വാലും വിഷമുള്ളും ഉള്ളതുമായ പ്രത്യേക തരം ഒരു വെട്ടിക്കിളി പുറപ്പെട്ടു വരുന്നതായി കാണുന്നു. അവയ്ക്ക് 5 മാസം ദണ്ഡിപ്പിക്കുവാൻ അധികാരം ലഭിച്ചു എന്ന് എഴുതിയിരിക്കുന്നു. ഭൂമിയിലെ പുല്ലിനെയോ ഏതെങ്കിലും സസ്യത്തെയോ വൃക്ഷത്തെയോ ഉപദ്രവിക്കരുതെന്നും നെറ്റിയിൽ ദൈവത്തിന്റെ മുദ്രയില്ലാത്തവരെ മാത്രമേ ഉപദ്രവിക്കാവൂ എന്നും അവയോട് കൽപ്പിച്ചിരുന്നു. ഇത് മഹോദ്രവകാലത്ത് നടക്കുന്ന സംഭവമാണെങ്കിലും എല്ലാ മനുഷ്യരുടെയും മേൽ പരമാധികാരമുള്ള കർത്താവിന് മഹോദ്രവകാലത്ത് ദൈവത്തിൽ വിശ്വസിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടിയുള്ള പ്രൊട്ടക്ഷനാണ് അവിടെ കാണുന്നത്. ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന സഭയുടെ അംഗങ്ങളായ നമ്മെ ഓരോരുത്തരെയും ദൈവം മുദ്രയിട്ട് സൂക്ഷിക്കുന്നു. മുദ്ര അഥവാ സീൽ എന്ന് പറയുമ്പോൾ അധികാരത്തിന്റെയും ആധികാരികതയുടെയും ഉടമസ്ഥതയുടെയും സംരക്ഷണത്തിന്റെയും പ്രതീകങ്ങളാണ് എന്ന് നമുക്കറിയാം. യോഹന്നാന്റെ സുവിശേഷം 6:27 നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്കിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പീൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. കർത്താവായ യേശുക്രിസ്തു സാക്ഷാൽ ദൈവം മനുഷ്യജന്മമെടുത്ത് ഭൂമിയിലേക്ക് വന്നത് നമുക്ക് നിത്യജീവൻ നൽകുന്നതിനു വേണ്ടിയാണ്. യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരെ അവിടുന്ന് മുദ്രയിട്ട് നിത്യജീവനായി സൂക്ഷിക്കുന്നു. യേശു കർത്താവ് പറഞ്ഞത്, ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ഞാൻ ജീവന്റെ അപ്പമാകുന്നു. നശിച്ചുപോകുന്ന ലോകത്തിനും ആഹാരത്തിനുമായി നാം ബന്ധപ്പെട്ട് നമ്മുടെ നിത്യജീവൻ നഷ്ടമാക്കാതെ യേശുവിൽ വിശ്വസിക്കുന്നവർക്കാണ് ആ മുദ്രയുടെ സംരക്ഷണം ലഭിക്കുന്നത്. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത്, അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. പ്രിയമുള്ളവരെ, കർത്താവായ യേശു ക്രിസ്തുവിൽ നാം വിശ്വസിച്ച് ആ സുവിശേഷത്തിന്റെ സത്യവചനം സ്വീകരിക്കുമ്പോൾ ദൈവം നമ്മെ അവിടുത്തെ സ്വന്തം ജനമായി അംഗീകരിക്കുകയാകുന്നു. ദൈവത്തിന്റെ മഹത്വത്തിനും പുകഴ്ചയ്ക്കുമായി നമ്മെ സ്വീകരിക്കുന്നു.
തന്നെയുമല്ല, ദൈവം നമ്മെ തൻ്റെ അവകാശമാക്കിയിരിക്കുന്നത് കൊണ്ട് അച്ചാരമായ വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുന്നു. എഫെസ്യർ 4:30 എഴുതിയിരിക്കുന്നത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. ദൈവം നമ്മെ മുദ്രയിട്ട് സൂക്ഷിച്ചിരിക്കുന്നത് കൊണ്ട് ആർക്കും ഒരു ദോഷവും നമ്മെ ചെയ്യുവാൻ കഴിയുകയില്ല. ലൂക്കോസ് 10:19 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു, ഒന്നും നിങ്ങൾക്ക് ഒരിക്കലും ദോഷം വരുത്തുകയുമില്ല. എൻ്റെ പ്രിയ സ്നേഹിതരെ, ദൈവം നിങ്ങളെ മുദ്രയിട്ടിരിക്കുന്നു എന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടോ? പൗലോസ് പറയുന്നത്, ഞങ്ങളെ നിങ്ങളോടുകൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്തതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവെന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നുമിരിക്കുന്നു. എങ്കിലും ദൈവത്തിൻ്റെ സ്ഥിരമായ അടിസ്ഥാനം നിലനിൽക്കുന്നു. കർത്താവ് തനിക്കുള്ളവരെ അറിയുന്നു എന്നും കർത്താവിൻ്റെ നാമം ഉച്ചരിക്കുന്നവനെല്ലാം അനീതി വിട്ടകന്നുകൊള്ളട്ടെ എന്നും ആകുന്നു അതിൻ്റെ മുദ്ര. എന്നെ മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഹൃദയത്തിൽ വിശ്വാസമില്ലാത്തവർ അനീതി വിട്ടകന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടുന്നു. അങ്ങനെ മുദ്ര ലഭിച്ചവർ കർത്താവിൻ്റെ സ്വത്താണ്, അവകാശമാണ്. അവർ നിത്യരാജ്യത്തിൽ എത്തുന്നത് വരെയും സൂക്ഷിക്കപ്പെടുന്നു. God bless you all with these words. പാദങ്ങളിടറിയ വേളയിൽ വൻകരം താങ്ങിത്തലോടിയ, പാദങ്ങളിടറിയ വേളയിൽ വൻകരം താങ്ങിത്തലോടിയ, ഇത്രമേൽ സ്നേഹിപ്പാനെന്തുള്ളൂ നാഥ, ഇത്രമേൽ കരുതുവാനേതുള്ളൂ.